വെൽക്കം ടു വെൽ ഫോക്കസ്. നമ്മളിന്ന് മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് വന്നിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഞാൻ ഫസ്റ്റ് പറയുന്ന ഡെഫിനിഷൻ ആറൻ കാർട്ടറിൻ്റെ ഡെഫിനിഷൻ ആട്ടോ. പക്ഷേ ഇതൊരു UK ലോയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനും കൂടി നമുക്ക് പറയാം. സോ ബൈ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അറ്റ് 1882, ഇതൊരു UK ലോയാണ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് an unconditional order in writing addressed by one person to another, signed by the person giving it, requiring the person to whom it is addressed to pay on demand or at fixed or determinable future time a sum certain in money to or to be order of a specific person or to bearer. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്? ഇതൊരു അൺകണ്ടീഷണൽ ഓർഡറാണ് അല്ലേ. കണ്ടീഷൻസ് അല്ല, കണ്ടീഷൻസ് എന്നുള്ളത് അൺകണ്ടീഷണൽ ഓർഡറാണ്. ഇൻ റൈറ്റിംഗ് ആണ്, റൈറ്റിങ്ങിൽ തന്നെ വേണം. അഡ്രസ്ഡ് ബൈ വൺ പേഴ്സൺ ടു അനദർ, ഒരു പേഴ്സൺ മറ്റൊരാൾക്ക് അഡ്രസ്സ് ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദ പേഴ്സൺ ഗീവിങ് ഇറ്റ്, ആരാണോ ഇത് കൊടുക്കുന്നത് അയാൾ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. Requiring the person to whom it is addressed to pay on demand or at a fixed or determinable future time a sum certain in money to or to be order of a specific person or to be the bearer. അതായത് ആ കൊടുക്കുന്ന ആൾ വേറൊരാൾക്ക് ഇത് അഡ്രസ്സ് ചെയ്യണം. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? അതായത് ഒരു സർട്ടൻ സം ഓഫ് മണി ഐദർ ഓൺ ഡിമാൻഡ്, എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റ്, അതിൽ പറയുന്ന ഫ്യൂച്ചർ ഡേറ്റിൽ എന്ത് ചെയ്യണം, ആ മണി ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുക്കുന്ന ആൾക്ക് കൊടുത്തിരിക്കണം. ഒരു സർട്ടൻ സം ഓഫ് മണി, അല്ലെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുക്കുന്ന ആൾക്കോ, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന സ്പെസിഫിക് പേഴ്സണോ, അല്ലെങ്കിൽ ആരാണോ ആ സമയത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബെയർ ചെയ്തിരിക്കുന്നത് ആ ബെയറർക്കോ ആ ഒരു എമൗണ്ട് കൊടുത്തിരിക്കണം എന്ന് പറയുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇതെന്താണ്? ഇറ്റ്സ് എൻ ഓർഡർ ഇൻ റൈറ്റിംഗ് ആയിരിക്കും. ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സൺ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കൊടുക്കുന്നതാണ്. കൊടുക്കുന്ന പേഴ്സൺ ആർക്കാണ് കൊടുക്കുന്നത് അയാൾ ഈ ഫസ്റ്റ് കൊടുക്കുന്ന പേഴ്സണ് അങ്ങനെ ഒരു സർട്ടൻ സം ഓഫ് മണി ഐദർ ഡിമാൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്പെസിഫിക് ഫ്യൂച്ചർ ഡേറ്റ്, ഒരു സ്പെസിഫിക് ഫ്യൂച്ചർ ഡേറ്റിൽ ഇയാൾക്ക് ഈ ഒരു എമൗണ്ട് കൊടുത്തിരിക്കണം, ഈ ഒരു സംഭവം പേ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇയാളത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കാണോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈമാറുന്ന അയാൾക്ക്, ആരാണോ ഇൻസ്ട്രുമെൻ്റ് ആ സമയത്ത് ബെയർ ചെയ്തിരിക്കുന്നത് ബെയർക്ക്. സോ ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഈ നമ്മളുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആറ്റ് 1881 സെക്ഷൻ 5 ഓഫ് ദാറ്റ് ഡിഫൈൻസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് containing an unconditional order signed by the maker directing a certain person to pay certain sum of money only or to the order of a certain person or to the bearer of instrument. സെയിം പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ എപ്പോഴാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് നമുക്കൊരു ബിസിനസ് ഉണ്ട്, നമ്മൾ ബിസിനസ്സിൻ്റെ ഗുഡ്സ് ഒരാൾക്ക് ക്രെഡിറ്റിന് കൊടുത്തു, അത് വിചാരിച്ചോ ആ സമയത്ത് അയാൾ നമുക്കൊരു എമൗണ്ട് പേ ചെയ്യുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് റൈറ്റ് ചെയ്യണം, എന്നിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. ഈ ഒരു സ്പെസിഫിക് ഡേറ്റിൽ എന്ത് ചെയ്യണം, നീ ഈ എമൗണ്ട് എനിക്ക് പേ ചെയ്യണം എന്ന് പറയുന്നത് നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കുമ്പോൾ അതിനാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുക. ഓക്കെ, ആ ഒരു സ്പെസിഫിക് ഡേറ്റിൽ എന്ത് ചെയ്യണം, അയാൾ നമുക്ക് ആ ഒരു എമൗണ്ട് തിരിച്ച് പേ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, അത് നമുക്കത് കൈമാറാൻ പറ്റുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ക്രെഡിറ്റ് ഡീലിങ്സ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ പൊതുവെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്യാം. ദെൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദെർഫോർ ആസ് എ റിട്ടൺ അക്നോളജ്മെൻറ്റ്, ഇത് കൃത്യമായി ശ്രദ്ധിക്കണം, റിട്ടൺ അക്നോളജ്മെൻ്റ് ആണ്. ഓറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നു 10,000 റുപ്പീസിൻ്റെ ഗുഡ്സ് സെൽ ചെയ്യുന്നു, ഞാൻ പൈസ ദിവസത്തിൽ തരാം, അല്ലെങ്കിൽ ഞാൻ ആ 10,000 റുപ്പീസ് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ഡേ തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് മസ്റ്റ് ബി ഇൻ റൈറ്റിങ്ങിൽ തന്നെ ആയിരിക്കണം. ഓഫ് ദ ഡെറ്റ് റിട്ടേൺ ബൈ ദ ക്രെഡിറ്റർ ആൻഡ് ആക്സെപ്റ്റഡ് ബൈ ദ ഡെക്ടർ. ക്രെഡിറ്റർ ആയിരിക്കണം റിട്ടേൺ ചെയ്യുന്നത്, അതായത് നമ്മൾക്കാണുള്ള പൈസ ഉള്ളത്, നമ്മൾ ക്രെഡിറ്റർ. അപ്പം നമ്മൾ ഡെക്ടർ എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പൂർണ്ണമാവുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ദർ ആർ യൂഷ്വലി 3 പാർട്ടീസ് ടു ബിൽ ഓഫ് എക്സ്ചേഞ്ച്: ഡ്രോയർ, അക്സെപ്റ്റ്, ഡ്രോയി ആൻഡ് പേയി. അത് നമ്മൾക്ക് വരുന്നുണ്ട് കേട്ടോ, ആ പോർഷൻ വരുന്നുണ്ട്, അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദെൻ എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഓൾറെഡി നമ്മളൊന്ന് പറഞ്ഞു, മസ്റ്റ് ബി ഇൻ റൈറ്റിങ്ങിലായിരിക്കണം, അതായത് ആ ഇൻസ്ട്രുമെൻറ്റ് റൈറ്റിങ്ങിലായിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ ഡ്രോയർ. ഓൾറെഡി പറഞ്ഞു, ആരാണോ ഡ്രോ ചെയ്യുന്നത് അയാളാണ് ഡ്രോയർ, അതായത് ക്രെഡിറ്റർ ആയിരിക്കുമല്ലോ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡ്രോയർ, ആ ഡ്രോയർ അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം.
ദ ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി മസ്റ്റ് ബി സർട്ടൺ. അതായത് ഡ്രോയർ എന്ന് പറഞ്ഞാൽ ബില്ല് ഡ്രോ ചെയ്യുന്ന ആൾ, അതായത് പൈസ കിട്ടാനുള്ള ആൾ. ഡ്രോയി എന്ന് പറഞ്ഞാൽ ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ, അതായത് ആർക്കെതിരെയാണോ ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്നത്, അതായത് നമുക്ക് പൈസ തരാനുള്ള ആൾ. ദെൻ പേയി എന്ന് പറഞ്ഞാൽ ആർക്കാണോ നമ്മൾ പേ ചെയ്യേണ്ടത്, അത് ബേബി നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ് കൈമാറ്റം ചെയ്ത് കൊടുക്കും. അപ്പോൾ പേയിൽ ഡിഫറൻസ് വരുന്നതാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വേണം. ദി സം പേബിൾ മസ്റ്റ് ആൾസോ ബി സർട്ടൺ. എത്രയാണോ സം എന്നത് കൃത്യമായിട്ട് ആ ബില്ലിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എക്സ്പ്രസ് ഓർഡർ ടു പേ മണി ആൻഡ് മണി അലോൺ. അതായത് ക്യാഷ്, മണി പേയ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. വളരെ കൈൻഡ് പേയ്മെൻറ്റ് ഒന്നും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരില്ല. ദ ഓർഡർ മസ്റ്റ് ബി അൺകണ്ടീഷണൽ ആയിരിക്കണം. അതായത് എന്തെന്നെ വന്നാലും നമ്മൾ എന്തായിരിക്കണം, ആ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ എമൗണ്ട് പേ ചെയ്തിരിക്കണം. അല്ലാതെ ചില ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് ഒക്കെ വന്ന് അങ്ങനെ കുറേ സാഹചര്യങ്ങളൊക്കെ പണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എമൗണ്ട് പേ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് മീൻസ് ദേ ക്യാൻ യൂസ്ഡ് ആസ് എ വേ ഓഫ് മേക്കിംഗ് പേയ്മെൻറ്റ് ഓർ ഒബ്റ്റെയിൻ ക്രെഡിറ്റ് ഇൻ ബിസിനസ് ഡീലിംഗ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. സപ്പോസ് ഞാനൊരു ബില്ല് ഡ്രോ ചെയ്തു അതിൻ്റെ ഡെക്ടറിന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. മേ ബി ആ ഒരു 1 മന്തിലേക്കാണ്, ഒരു മാസത്തിലോട്ടാണ് ആ ബില്ല് ഡ്രോ ചെയ്തെന്ന് വെച്ചോ. ഒരു മാസം കഴിഞ്ഞ് സ്പെസിഫിക് ഡേറ്റിലാണ് പുള്ളി എനിക്ക് ആ ബില്ല് ക്യാഷ് ചെയ്യാം, അതായത് ബില്ലിൻ്റെ എമൗണ്ട് നമുക്ക് തരാം. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു ആവശ്യം വന്നു. സോ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ക്രെഡിറ്റർ, അതായത് ഞാനൊരാൾക്ക് കാശ് കൊടുക്കുകയാണെങ്കിൽ ആ ക്രെഡിറ്ററിന് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുത്തുകൊണ്ട് അയാൾക്ക് കാശ് കൊടുക്കാണ്ട് എനിക്ക് എൻ്റെ ക്യാഷില്ല, അപ്പോൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അയാൾക്ക് കൈമാറും. അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഈ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് വേറൊരു കൈമാറാം. അപ്പം എൻ്റെ ഡെക്ടർ എന്ത് ചെയ്യണം, ഇനി ഈ ക്രെഡിറ്റർക്കായിരിക്കും ആ എമൗണ്ട് കൊടുക്കേണ്ടത്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മളെ ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് നമുക്ക് എന്താ പറ്റും, ഇത് വെച്ചിട്ട് തീർക്കാൻ പറ്റും. ഇത് ലീഗലി വാലിഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. ഓക്കെ, ലീഗലി വാലിഡ് ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഡെക്ടറിൻ്റെ നിന്ന് ക്യാഷിന് വേണ്ടിയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നു. ഒരു മാസമാണ് എൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് വെച്ചോ. ബട്ട് ഒരു മാസത്തിന് മുന്നേ എനിക്ക് ക്യാഷിൻ്റെ ആവശ്യം വരുന്നു. ബട്ട് ഇത് നമ്മൾ ഡേറ്റ് വെച്ചിട്ടുള്ള ഇതാണെന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് ക്രെഡിറ്ററിൻ്റെ ഒന്ന് പൈസ വെച്ചിട്ടിരിക്കുകയാണ്, എനിക്ക് വേഗം പൈസ വേണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിൽസ് റിസീവബിൾ ആണ് അതല്ലേ, നമുക്ക് ബിൽസ് റിസീവബിൾ എന്ന് പറയുക, അതാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അസറ്റാണ്. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എനിക്ക് എൻ്റെ ക്രെഡിറ്റർക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ പോയിട്ട് അത് ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ വന്നിട്ട് ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ക്യാഷ് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾക്ക് ബിസിനസ് ഡീലിങ്ങിൽ ക്രെഡിറ്റിന് വേണ്ടോ അല്ലെങ്കിൽ മേക്കിംഗ് ഓഫ് പേയ്മെൻറ്റോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ബിൽ? ഇറ്റ്സ് എ ലീഗൽ എവിഡൻസ് ഓഫ് ദ ഡെറ്റ്. ദ ക്രെഡിറ്റർ ബീങ് ഏബിൾ ടു സീ ഓൺ ദ ബിൽ ഇറ്റ് സെൽഫ്, ഇറ്റ് ഓൾസോ ഫിക്സ് ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. ഡെറ്റിൻ്റെ ഒരു ലീഗൽ എവിഡൻസ് ആണ്. നമ്മൾക്ക് ബിസിനസ് ഒരാൾക്ക് ഡെറ്റ് കൊടുത്തു, അതിന് ലീഗൽ എവിഡൻസ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസോണർ ആയി കഴിഞ്ഞാൽ, അതായത് അത് നമുക്ക് ക്യാഷ് കിട്ടില്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി സ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിക്സഡ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ഇറ്റ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഓൾറെഡി പറഞ്ഞു, ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത് എൻ്റെ ക്രെഡിറ്റിലേക്ക് എനിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ബാങ്കിൽ പോയിട്ട് എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് കൊടുത്തിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് എനിക്ക് എമൗണ്ട് വാങ്ങിക്കാം. ചെറിയ സർവീസ് ചാർജ് പിടിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള എമൗണ്ട് എനിക്ക് തരും. അപ്പോൾ ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ആൻഡ് ക്യാൻ ദെർഫോർ ബി ട്രാൻസ്ഫർഡ് ബൈ ദ ഹോൾഡർ ഇൻ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് ഓൺ ഡെറ്റ്സ്. അതായത് ആ ഡ്രോയർക്ക്, അതായത് ആരോടോ ബില്ല് ഡ്രോ ചെയ്യുന്നത് ആരോട് ക്രെഡിറ്റ്, അയാൾക്ക് അവരുടെ ഡെറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാം. ദസ് ഒബിവിയേറ്റിംഗ് ദ ട്രബിൾ ആൻഡ് എക്സ്പെൻസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് കോയിൻ. It can be cashed before the due date. In fact, whenever desired by discounted with banker or bill broker. This constitutes a very great advantages to business concern which are frequently run on credit and may need ready money. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളത് അതിൻ്റെ ഡ്യൂ ഡേറ്റിന് മുന്നേ ക്യാഷ് ചെയ്യാം. എവിടെ പോയിട്ട്, ബാങ്കിൽ പോയിട്ട് നമുക്ക് ബില്ല് കൊടുത്താൽ അവരുടെ സർവീസ് ചാർജ് പിടിച്ചിട്ട് ബാക്കി ബിൽ എമൗണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരും. സോ വി ക്യാൻ യൂസ് ഇറ്റ് അല്ലേ. ഇങ്ങനെ നമ്മൾ ഫുൾ ക്രെഡിറ്റിൽ ഓടുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ക്യാഷ് ചെയ്യാം, അതുപോലെ തന്നെ നെഗോഷ്യബിൾ ചെയ്യാം. അതായത് നമ്മുടെ ക്രെഡിറ്റർക്ക് നമുക്കത് കൈമാറ്റിയതുകൊണ്ട് അവരുടെ ഡെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡെറ്റ് ഉണ്ടെന്ന ലീഗൽ എവിഡൻസ് ആണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡെറ്റിൻ്റെ മുകളിൽ നമുക്ക് സ്യൂ ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ബിൽ? കൈൻഡ്സ് ഓഫ് ബിൽ ഏതൊക്കെയാണ്? ഓരോ ടൈപ്പ് ഓഫ് ബില്ല് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ ടൈപ്പ് ഓഫ് ബില്ല് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻലാൻഡ് ആൻഡ് ഫോറിൻ ബിൽസ്. എന്താണ് ഇൻലാൻഡ് ബിൽ, എന്താണ് ഫോറിൻ ബിൽ? ഇൻലാൻഡ് ബിൽ, എ ബിൽ
ബിൽ ഈസ് നെയിംഡ് ആസ് ഇൻലാൻഡ്. ഒരു ബില്ല് ഇൻലാൻഡ് ബില്ലാണ് പറയണമെങ്കിൽ എന്തൊക്കെ വേണം നോക്കാം. ഇറ്റ് ഈസ് ഡ്രോൺ ഇൻ ഇന്ത്യ ഓൺ എ പേഴ്സൺ റിസൈഡിങ് ഇൻ ഇന്ത്യ വെദർ പേയബിൾ ഇൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഈ ഒരു ബില്ല് ഇന്ത്യയിൽ ഡ്രോ ചെയ്യണം. അത് ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ മേൽ തന്നെ ഡ്രോ ചെയ്യുക. അത് പിന്നെ അത് ഇവിടെ പേ ചെയ്യണോ പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യ പേ ചെയ്യണമെന്നത് വിഷയമല്ല. ബില്ല് ഡ്രോ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ബില്ല് ഡ്രോ ചെയ്യപ്പെടുന്ന ആളും ഇന്ത്യയിലാണ്. ആരുടെ മേലാണോ ഡ്രോ ചെയ്യുന്നത്, ഡ്രോയി എന്നാണ് പറയുക. ബില്ല് ഡ്രോ ചെയ്യുന്നത് ക്രെഡിറ്റർ ഡ്രോയറാണ്. ബില്ല് ആരുടെ മേലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അക്സെപ്റ്റൻസിന് വേണ്ടി കൊടുക്കുന്നത് ഡയറക്ടർ. നമ്മളുടെ ഡയറക്ടറിനാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡ്രോയറും ഡ്രോയും ഇന്ത്യയിലാണെങ്കിൽ അത് ഇൻലാൻഡ് ബില്ലാണ്. അതിൻ്റെ പേ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആയാലും കുഴപ്പമില്ല. ഇറ്റ്സ് ഡ്രോൺ ഇൻ ഇന്ത്യ ഓൺ എ പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് പേയബിൾ ഇൻ ഇന്ത്യ. അതുപോലെ ഇന്ത്യയിലാണത് ഡ്രോൺ ചെയ്തത് പക്ഷേ ഡയറക്ടർ ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ബട്ട് ഇത് ഇന്ത്യയാണ് പേയബിൾ ചെയ്യുന്നെങ്കിൽ അത് ഇൻലാൻഡ് ബില്ലാണ്. The following are the inland bills. കുറച്ച് എക്സാമ്പിൾ ആണ്. ബിൽ ഇസ് ഡ്രോൺ ബൈ മെർച്ചൻറ്റ് ഡൽഹി ഓൺ എ മെർച്ചൻറ്റ് മദ്രാസ്. ഇറ്റ്സ് പേയബിൾ ഇൻ ബോംബെ. ദ ബിൽ ഇസ് ഇൻലാൻഡ് ബിൽ. അതായത് ഡ്രോയറും ഇന്ത്യയിൽ, ഇന്ത്യയിൽ, പേ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അതൊരു ഇൻലാൻഡ് ബില്ലാണ്. ദെൻ എ ബിൽ ഇസ് ഡ്രോൺ ബൈ ഡൽഹി മെർച്ചൻറ്റ് ഓൺ എ പേഴ്സൺ ഇൻ ലണ്ടൻ ബട്ട് ഇസ് മെയ്ഡ് പേയബിൾ ഇൻ ഇന്ത്യ. ദിസ് ഇസ് ഇൻലാൻഡ് ബിൽ. ഇവിടെ ഡ്രോയർ ഇന്ത്യയിൽ ആണ് ഡൽഹി, ബട്ട് ഡ്രോയി ഈസ് ഇൻ ലണ്ടൻ. ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് ഇന്ത്യ. ബട്ട് ബില്ലിൻ്റെ പേയ്മെൻറ്റ് ഇവിടെ വന്നിട്ട് ഇന്ത്യയിലാണ്. സോ അത് ഇൻലാൻഡ് ബില്ലാണ്. അത് അപ്പോൾ എങ്ങനെയായിരിക്കണം? ഒരു കേസ് ഡ്രോയും ഇന്ത്യയിൽ, പേയബിളും ഇന്ത്യയിൽ. അതായത് ആ എമൗണ്ട് പേ ചെയ്യുന്നത് ഒന്ന് ഡ്രോയർ ഇന്ത്യയിൽ, ഡ്രോയി ഔട്ട്സൈഡായാലും കുഴപ്പമില്ല, അത് പേ ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കണം. ഓക്കെ, ദിസ് ഇസ് ഇൻലാൻഡ് ബിൽ. പിന്നെ ബിൽ ഇസ് ഡ്രോൺ ബൈ മെർച്ചൻറ്റ് ഡൽഹി ഓൺ എ മെർച്ചൻറ്റ് മദ്രാസ്. ഇറ്റ്സ് അക്സെപ്റ്റഡ് ഫോർ പേയ്മെൻറ്റ് ജപ്പാൻ. ദിസ് ബിൽ ഇസ് ഇൻ ഇൻലാൻഡ് ബിൽ. എന്താണ് ബിൽ ഇസ് ഡ്രോൺ ബൈ മെർച്ചൻറ്റ് ഡൽഹി ഓർ മെർച്ചൻറ്റ് ഇൻ മദ്രാസ് അക്സെപ്റ്റഡ് ഫോർ പേയ്മെൻറ്റ് ജപ്പാൻ. ദ ബിൽ ഇസ് ഇൻ അമേരിക്കൻ. ഡ്രോയറും ഇവിടെയാണ്. ഓക്കെ, ദെൻ ഫോറിൻ ബിൽ. എ ബിൽ വിച്ച് ഈസ് നോട്ട് ആൻ ഇൻലാൻഡ് ബിൽ ഇസ് ഫോറിൻ ബിൽ. ദ ഫോളോയിങ് ആർ ദ ഫോറിൻ ബിൽ. ഇൻലാൻഡ് ബിൽ അല്ലാത്ത എല്ലാം എന്താണ്? ഫോറിൻ ബിൽസ് ആണ്. ഫസ്റ്റ് വന്നിട്ട് എ ബിൽ ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് മെയ്ഡ് പേയബിൾ ഇൻ ഇന്ത്യ. ബില്ല് ഡ്രോ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പക്ഷേ ഇന്ത്യയിൽ പേയബിൾ. അതായത് ഡ്രോയർ ഔട്ട്സൈഡുള്ള ആളാണെങ്കിൽ എന്താണ്? ആ ബില്ല് ഇൻലാൻഡ് ബില്ലല്ല, ഫോറിൻ ബില്ലാണ്. എ ബിൽ ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ ഓൺ എനി പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഡ്രോയറും ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ഡ്രോയും ഔട്ട്സൈഡ് ഇന്ത്യയാണ്. എ ബിൽ ഡ്രോൺ ഇൻ ഇന്ത്യ ഓൺ എ പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് മെയ്ഡ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ. ഡ്രോയർ ഇന്ത്യയിലാണ്, ബട്ട് ഡ്രോയി ഔട്ട്സൈഡാണ്. നമ്മളുടെ പേയ്മെൻറ്റ് വരുന്നത് ഔട്ട്സൈഡാണ്. അപ്പോൾ അത് ഫോറിൻ ബില്ലാണ്. എ ബിൽ ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് എ പേഴ്സൺ റിസൈഡിങ് ഇൻ ഇന്ത്യ. ഡ്രോയർ എന്താണ്? ഇന്ത്യയിലല്ല, ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഡ്രോയി ഇന്ത്യയിലാണ്, ബട്ട് അതെന്താണ്? ഫോറിൻ ബില്ലാണ്. അങ്ങനത്തെ കേസിൽ ബിൽ ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് മെയ്ഡ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ. മെയിനായിട്ട് ഫോറിൻ ബില്ലെന്ന് പറയുമ്പോൾ ഡ്രോയർ നമ്മളെ ഇന്ത്യയിലല്ല എങ്കിൽ എന്താണ്? അതെല്ലാം തന്നെ ഫോറിൻ ബില്ലായിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പോൾ മൂന്ന് എക്സാമ്പിൾ നോക്ക്. തേർഡ് എക്സാമ്പിൾ, ബിൽ ഇസ് ഡ്രോൺ ബൈ മെർച്ചൻറ്റ് ഡൽഹി. ഡ്രോയർ ഇന്ത്യയിലാണ്, അതുപോലെ ഡ്രോയി ഇന്ത്യയിലാണ്. ഡ്രോയി ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എന്താണ്? ഇൻലാൻഡ് ബില്ലായിരിക്കും. ഡ്രോയർ ഇന്ത്യയിലല്ല എന്ന് വെച്ചോ അത് എന്തായാലും ഇൻലാൻഡ് ബില്ലായിരിക്കില്ല. ഓക്കെ, നോക്കിയപ്പോൾ നമ്മൾ ഇൻലാൻഡ് ബില്ല് പറയുമ്പോൾ ഫസ്റ്റ് ഡ്രോയറും ഇന്ത്യ, ഡ്രോയി ഇന്ത്യ, പേയ്മെൻറ്റും ഇന്ത്യയിൽ. സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എവിടെയാണ്? ഡ്രോ ചെയ്യുന്ന ആൾ, ഡ്രോയർ ഇന്ത്യയിലാണ്, ഡ്രോയി ഔട്ട്സൈഡാണ്, പക്ഷെ പേയ്മെൻറ്റ് ഇന്ത്യയിലാണ്. പേയ്മെൻറ്റ് ഇന്ത്യയിൽ വന്നാൽ അത് ഇൻലാൻഡ് ബില്ലായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ നോക്കൂ, മൂന്നാമത്തെ എക്സാമ്പിളിൽ ഡ്രോയും ഇന്ത്യയിലാണ്. അപ്പോൾ എന്താണ്? അത് ഇൻലാൻഡ് ബില്ലായിരിക്കും. ഡ്രോയർ ഇന്ത്യയിലാണെങ്കിൽ മസ്റ്റ് ബി ഇൻലാൻഡ് ബില്ലായിരിക്കും കേട്ടോ. പേയ്മെൻറ്റ് ജപ്പാൻ. ഇവിടെ നോക്ക്, ഫസ്റ്റത്തെ എക്സാമ്പിൾ ആണെങ്കിൽ ബില്ല് ഔട്ട്സൈഡാണ്, പേ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതായത് ഡ്രോയർ ഔട്ട്സൈഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഇൻലാൻഡ് അല്ല. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞോണ്ടോ. ഇതിങ്ങനെ കൺഫ്യൂഷനായി പഠിക്കുന്ന ആവശ്യമൊന്നും എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നില്ല. നമ്മളത്തെ ചോദിക്കുന്നത് ഇൻലാൻഡ് ബിൽ, ഫോറിൻ ബിൽ. അതാണ് ഇൻലാൻഡ് ബിൽ എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇൻലാൻഡ് ബിൽ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ രണ്ടോട്ട് വെച്ച് തന്നെ അത് എന്താണെന്ന് മനസ്സിലാവും. Documentary bill. In this the bill of exchange is supported by relevant document that confirm the genuineness of transaction that took place between buyer and seller.
ഡോക്യുമെൻ്ററി ബില്ലിൽ എന്താണ്, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സും തരയ്ക്കും. അതായത് ആ ഒരു സെല്ലറും ബയറും തമ്മിൽ നടന്ന ട്രാൻസാക്ഷൻ്റെ ജെനുവിൻസിനെ കൺഫേം ചെയ്യാൻ ഡോക്യുമെൻറ്റ്സ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ടായിരിക്കും. അതാണ് ഡോക്യുമെൻ്ററി ബിൽ. നെയിമിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഡിമാൻഡ് ബിൽ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ സ്പെസിഫിക് ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റർക്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ദ ബിൽ ഈസ് പേബിൾ വെൻ ഇറ്റ് ഇസ് ഡിമാൻഡ്. നമ്മൾ എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ബില്ലാണ് ഡിമാൻഡ് ബിൽ. ദ ബിൽ ഡസൻറ്റ് ഹാവ് ഫിക്സഡ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. ഇങ്ങനെ ഫിക്സഡ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഒന്നുമില്ല. ദെർഫോർ ദ ബിൽ ഹാസ് ബി ക്ലിയർഡ് വെൻ എവർ പ്രസൻറ്റഡ്. എപ്പോഴാണോ നമ്മൾ ആ ബില്ല് അവർക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ബിസിനസ് ഒരു ബില്ല് ഡെക്ടർക്ക് കൊടുത്തു, ഡ്രോൺ ചെയ്തു ഡെക്ടറിൻ്റെ മേലെ, ഡെക്ടർ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഒരു എമൗണ്ട് വേണം തോന്നുകയാണെങ്കിൽ ഡേറ്റഡ് ബില്ലല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഡെക്ടറെ വിളിച്ച് പറയുകയാണ് ഞാൻ ബില്ല് എനിക്ക് വേണം, ഞാൻ ബില്ല് പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഡെക്ടർ നമുക്കപ്പോൾ അത് എൻക്യാഷ് ചെയ്ത് തരണം. ബിക്കോസ് ഇറ്റ് ഇസ് എ ഡിമാൻഡ് ബിൽ. ഡിമാൻഡ് ബില്ലാണെങ്കിൽ അത് എൻക്യാഷ് ചെയ്ത് തരണം. Essence bill is a time bound bill, which means the payment has been made within the given time period and time. ഈ റീസൺസ് ബില്ല് എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ടുള്ള ബില്ലാണ്. അതായത് ഒരു ഗിവൻ ടൈം പീരീഡിൽ അല്ലെങ്കിൽ ടൈമിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. ക്ലീൻ ബിൽ, ദ ബിൽ ഡസൻറ്റ് ഹാവ് എനി പ്രൂഫ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, സോ ദ ഇൻട്രസ്റ്റ് ഇസ് കമ്പാരിറ്റീവ്ലി ഹയർ ദാൻ ദ അതർ ബിൽസ്. ക്ലീൻ ബിൽ എന്ന് പറഞ്ഞാൽ ക്ലീൻ ബില്ലിന് സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സോ പ്രൂഫ് ഓഫ് ഡോക്യുമെൻറ്റ്സോ കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റ് മറ്റുള്ളതിനേക്കാൾ അതുകൊണ്ട് തന്നെ ഈ കാരണം കൊണ്ട് തന്നെ എന്തായിരിക്കും കൂടുതലായിരിക്കും. then accommodation bill, a bill that is sponsored, drawn, accepted without any condition is known as accommodation bill. ഒരു ബില്ല് നമ്മൾ ഡ്രോൺ ചെയ്യാണ്, അതായത് ഡോക്ടർ അക്സെപ്റ്റ് ചെയ്യാണ്, ബട്ട് വിതൗട്ട് എനി കണ്ടീഷൻസ് ഒന്നുമില്ലാതെ ഒരു ബില്ല് ഡ്രോൺ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അക്കോമഡേഷൻ ബില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ ഇവിടെ ഈ ബില്ല് നമ്മൾ ഡ്രോൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ എ ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ. ജെനുവിൻ ആയിട്ടുള്ളൊരു ട്രേഡ് ട്രാൻസാക്ഷന് വേണ്ടിയല്ല ഈ ഒരു ബില്ല് നമ്മൾ ഡ്രോൺ ചെയ്യുന്നത്, ബട്ട് ഓൺലി ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു സം പാർട്ടി. ചില പാർട്ടികൾക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബില്ല് ചെയ്യുന്നത്. സപ്പോസ് എനിക്കൊരു 30,000 റുപ്പീസിൻ്റെ ആവശ്യമുണ്ടെന്ന് വെക്കട്ടെ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരു ബില്ല് ഞാൻ ഡ്രോ ചെയ്യുകയാണ്, 30,000 റുപ്പീസ് ആണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ എനിക്കറിയുന്നൊരു ബിസിനസ് കൺസേണോടോ പറയുകയാണ് ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണ് ഈ ബില്ല്. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, അക്സെപ്റ്റഡ് എന്ന് ചെയ്ത് തരുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ ബില്ല് വേണമെങ്കിൽ ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ ബില്ല് ക്രെഡിറ്റർക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ ക്രെഡിറ്റർ ആണോ ബിസിനസ് പരമായിട്ടുള്ള ക്രെഡിറ്റർ ആയിക്കോളും ക്രെഡിറ്റർക്ക് കൊടുക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഇസ് നെഗോഷ്യബിൾ. അതിൽ ബാങ്കിൽ പോയിട്ട് എനിക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് എമൗണ്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് പോലെ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബിൽസിന് അക്കോമഡേഷൻ ബിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ് ബിൽ എന്താണ്? ദിസ് കൈൻഡ് ഓഫ് ബിൽ എസ്പെഷ്യലി റിലേറ്റഡ് ടു ഓൺലി ടു ട്രേഡിന് വേണ്ടിയുള്ള ബില്ലാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഇൻ ഓർഡിനറി കോസ്റ്റ് ഓഫ് ബിസിനസ് ആൻഡ് ഫോർ വാല്യൂ റിസിപ്റ്റ് ഇൻ കോൺട്രഡിക്ഷൻ ടു അക്കോമഡേഷൻ ബിൽ. അക്കോമഡേഷൻ ബില്ലിന് ഓപ്പോസിറ്റ് ആണല്ലേ ട്രേഡ് ബിൽ. അക്കോമഡേഷൻ ബിൽ ഇസ് നോട്ട് ഓൺലി ട്രേഡ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടേ അല്ല അല്ലേ, ഫിനാൻഷ്യൽ ഹെൽപ്പിന് വേണ്ടി കൊടുക്കുന്നതാണ് അക്കോമഡേഷൻ ബിൽ. സപ്ലൈ ബിൽ, ദ ബിൽ ദാറ്റ് ഈസ് വിത്ഡ്രോൺ ബൈ ദ സപ്ലയർ ഓർ കോൺട്രാക്ടർ ഫ്രം ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് നോൺ ആസ് സപ്ലൈ ബിൽ. ഇനി ഇതാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് സ്പെസിമെൻ എന്ന് പറയുന്നത്. എന്താണ്, സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്, എമൗണ്ട് എഴുതിയിട്ടുണ്ട്, അത് ക്രെഡിറ്ററിൻ്റെ അഡ്രസ്സ് ഉണ്ട്, ഡെബിറ്റർ അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, ഇത് എന്താണെന്ന് നോക്കുക, മെച്യൂരിറ്റി ഡേറ്റ് ഇതാണോ, ഇത് നമ്മൾക്ക് കൃത്യമായിട്ട് ഡേറ്റഡ് ബില്ലാണ്. 3 months ആഫ്റ്റർ ദ ഡേറ്റ് പേ ടു മീ ഓർ to my order the sum of ₹10,000 only for value receipt. ഓക്കെ, ഇതാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമ്മളിത് ബിസിനസ്സിൽ വളരെയധികം യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളത് കേട്ടോ. ഇനി പാർട്ടീസ് ടു ബിൽ ആരൊക്കെയാണ് പാർട്ടീസ് ടു ബിൽ? പേഴ്സൺ ഡ്രോയർ, ദ പേഴ്സൺ ഹു ഈസ് assumed to have written out the bill, that is a creditor whom to the money is owing. ആർക്കാണോ പൈസ കിട്ടാനുള്ളത്, അതായത് ക്രെഡിറ്റർ ആണ് ബില്ല് ഡ്രോ ചെയ്യുക. ഓൾറെഡി ഞാൻ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രെഡിറ്റർ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ഡ്രോയർ എന്നാണ് അദ്ദേഹത്തെ ടേം ചെയ്യുന്നത്. ക്യാഷ് കിട്ടാനുള്ള ആരോ അയാളാണ് ഡ്രോയർ.
ഇനി ക്യാഷ് തരാനുള്ള ആൾ നമുക്ക് ഡ്രോയി എന്ന് വിളിക്കാം. ഡ്രോയി ദ പേഴ്സൺ ഓൺ ഹൂം ദ ബിൽ ഇസ് ഡ്രോൺ. ആരുടെക്കാണോ നമ്മൾ ബില്ല്, ആരുടെ മേലാണോ ബിൽ ഡ്രോൺ ചെയ്ത് ഹിസ് ഡ്രോയി. ആൻഡ് ഹൂർ അക്സെപ്റ്റൻസ് ഇസ് കാൾഡ് അക്സെപ്റ്റർ. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അക്സെപ്റ്റർ എന്ന് പറയും. പേ ദ പേഴ്സൺ ടു ഹും ദ മണി ഈസ് ഓയിങ്. ആർക്കാണോ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് പേ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ഒരു ബില്ല് ഡ്രോ ചെയ്തു, പക്ഷെ നമ്മൾ ക്രെഡിറ്റർക്ക് ആ ബില്ല് കൊടുത്തു, കാരണം നമ്മൾ ക്രെഡിറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെക്ടറെ, നമ്മൾ എക്സെപ്റ്ററെ നമ്മൾ അറിയിക്കുകയാണ്, ഈ ബില്ല് ഇപ്പം എൻ്റെ ആവശ്യമല്ല, നമ്മൾ ക്രെഡിറ്ററിൻ്റെ ആവശ്യമാണ്, അപ്പോൾ അവർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ ഡ്രോയർ മാറി പേ ചെയ്യാറായി. ആദ്യം ബില്ല് ഡ്രോ ചെയ്യുന്ന സമയത്ത് പേ ചെയ്യാറായിരുന്നു ക്രെഡിറ്ററായിരുന്നു. ആരാണോ ആ ഡ്രോ ചെയ്ത അയാളായിരുന്നു. ബട്ട് അയാളെ ക്രെഡിറ്റർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പേ ചെയ്യാറാണ് ആ ക്രെഡിറ്ററാണ്. ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ഈ ആദ്യം ചെയ്ത ആളുടെ ക്രെഡിറ്റർക്കാണ്. അപ്പോൾ പേ ചെയ്തയച്ച മിക്കവാറും കേസിൽ ഡ്രോയറും പേയും സെയിം ആയിരിക്കും. ഈ ബില്ല് നെഗോഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഡ്രോയറും പേയും സെയിം ആയിരിക്കും. സംടൈംസ് ദ ഡ്രോയർ ആൻഡ് പേയേഴ്സ് വൺ ആൻഡ് സെയിം പേഴ്സൺ ആസ് for the money to pay to himself. Okay. Then maturity of bill. The term maturity refers the date on which the bill of exchange or a promissory note becomes due for payment. മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എപ്പോഴാണോ പേയ്മെൻറ്റിന് ഉള്ള ഡേറ്റ് ആവുന്നത്, ഡ്യൂ ആവുന്നത്, അതാണ് മെച്യൂരിറ്റി. ഇപ്പം നമ്മളൊരു ബില്ല് പറഞ്ഞിരിക്കുന്നത് 3 months. ഇപ്പം നേരത്തെ കാണിച്ച സ്പെസിമെൻ എത്രയായിരുന്നു കണ്ടോ? ഇവിടെ എത്ര നോക്കിക്കതാ 3 months. അപ്പോൾ 3 months ഇവിടെ ഈ ഇത് നോക്ക് 2017 ഒരു ബില്ലാണ്. അപ്പോൾ 3 months ഇത് ജൂണാണ്. ജൂണിൽ കഴിഞ്ഞ് 3 months കഴിയുമ്പോൾ എന്തായിരിക്കും? ആ ബില്ല് മെച്യൂർ ആകും. അപ്പോൾ നമ്മൾ അതിൻ്റെ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും, ക്രെഡിറ്റർക്ക് അല്ലെങ്കിൽ ഡ്രോയർക്ക് പേ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇൻ അറൈവിംഗ് ദ മെച്യൂരിറ്റി ഡേറ്റ് 3 days known as days of grace must be added to the date on which the period of credit expired instrument is payable. അതായത് മെച്യൂരിറ്റി ഡേറ്റ് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന മെച്യൂരിറ്റി ഡേറ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 3 days നമ്മൾ ആഡ് ചെയ്യണം. 3 days എന്ന് പറഞ്ഞാൽ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയും. ആ 3 days കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ക്രെഡിറ്റ് എക്സ്പയർ ചെയ്തതിനു ശേഷം 3 ഡേയ്സ് ഓഫ് ഗ്രേസ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു ബില്ല് ഡേറ്റ് ഇരിക്കുന്നത് March 5 ആണെന്ന് വെച്ചോ. ഇറ്റ്സ് പേയബിൾ 30 days ആഫ്റ്റർ ഡേറ്റ്. 30 days കഴിഞ്ഞിട്ടാണ് പേ ചെയ്യണം എന്നാണ് ആ ബില്ലിൽ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ വരും? April 7 പേയ്മെൻറ്റ് വരിക. കാരണം 30 days എന്ന് പറയുമ്പോൾ എത്ര വരും? March 4 വരും, April 4 വരും. 30 days പ്ലസ് 3 days. അപ്പോൾ April 5, April 6, April 7th മെച്യൂരിറ്റി ഡേറ്റ് വരിക. 33 days ആഫ്റ്റർ March 5. ഇനി വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് വർ പേയബിൾ 1 month ആഫ്റ്റർ ഡേറ്റ്, ഒരു മാസം കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡ്യൂ ഡേറ്റ് വുഡ് ബി April 8. എങ്ങനെ? കാരണം ഒരു മാസം നമ്മൾ വെച്ചു. അപ്പോൾ ഒരു മാസം എന്ന് പറയുമ്പോൾ അതായത് March 5 മുതൽ April 5 വരെ, പിന്നെ 3 ദിവസം 6, 7, 8. അപ്പോൾ അങ്ങനെ, അതായത് നമ്മൾ എപ്പോഴും 3 days ഓഫ് ഗ്രേസ് നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് കാണാൻ പാടുള്ളൂ. ബൈ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഈസ് ഹോളിഡേ. ഇനി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഹോളിഡേ ആണെങ്കിലോ ദി ഇൻസ്ട്രുമെൻറ്റ് വിൽ ബിക്കംസ് ഡ്യൂ ഓൺ ദ പ്രിസീഡിംഗ് ബിസിനസ് ഡേ. അതായത് ഇപ്പോൾ April 8 ഹോളിഡേ ആണ് വെച്ചു. ഹോളിഡേ ആണെങ്കിൽ നമ്മൾ ബില്ല് അതിൻ്റെ തലേ ദിവസം പ്രിസീഡിംഗ് ബിസിനസ് ഡേ, അതായത് April 7 തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. In this case, April 8 is falls on public holiday, then the April 7 will be the maturity date. But when an emergent holiday is declared under the negotiable instrument at 1882 by the government of India, which may happen the date of maturity of bill, it will mature the next day immediately after the holiday. Emergent holidays വരുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വിൽ ബി ദ നെക്സ്റ്റ് ഡേ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഹോളിഡേ. അതായത് പെട്ടെന്നുള്ള ഹോളിഡേസ് വരുന്ന സമയത്ത് ഹോളിഡേൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന ദിവസമായിരിക്കും നമ്മൾ ബില്ല് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. സാധാരണ ഹോളിഡേയ്സിലാണെങ്കിൽ നമ്മൾ പ്രിസീഡിങ് ഡേയ്സിൽ തന്നെ എന്ത് ചെയ്യണം? ബില്ല് പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ബില്ല് എന്താണെന്ന് പറഞ്ഞു. ബിൽ മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, ഇറ്റ്സ് ഡ്രോൺ ബൈ വൺ പേഴ്സൺ, അഡ്രസ്ഡ് ബൈ
one person to another, sent by the person giving it, requiring the person to whom it is addressed to pay on demand or at a fixed future date, and there is some certain in money. ഞാൻ അത്ര വലിയ ടഫായിട്ടുള്ള ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, കൈൻഡ്സ് ഓഫ് ബില്ലെടുത്തു, അതിലെടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാം കേട്ടോ, നന്നായി പഠിക്കാം. നമുക്കിനി എക്സാമിനൊന്നും അത്ര ടൈമില്ല, നമുക്ക്